ഗുരുവായൂർ ദേവസ്വവും മാതൃഭൂമിയും ചേർന്ന് നടത്തിയ ആനവര ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്തത് 2000-ഓളം വിദ്യാർത്ഥികൾ. വ്യത്യസ്തതയാർന്ന ആനച്ചിത്രങ്ങളാണ് കുട്ടിച്ചിത്രകാരന്മാരുടെ ഭാവനയിൽ വിടർന്നത്. വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ കുട്ടികളെത്തിയത്. സ്കൂൾ പ്രവൃത്തി ദിനത്തിൽ കുട്ടികളും രക്ഷിതാക്കളും ഒന്നിച്ചെത്തിയതോടെ മത്സരവേദിയായ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം നിറഞ്ഞു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്തെ പുതിയ നടപ്പന്തലും കുട്ടികൾക്ക് വേദിയായി. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി.സി. ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ ആനവരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം. കൃഷ്ണദാസ് വിശിഷ്ടാതിഥിയായും തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായും പങ്കെടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ ഗജദിന സന്ദേശം നൽകി. ദേവസ്വം ഭരണസമിതി അംഗം സി. മനോജ്, കെ.പി. വിശ്വനാഥൻ, മനോജ് ബി. നായർ, മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ എം.കെ. കൃഷ്ണകുമാർ, ദേവസ്വം പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് മാനേജർ കെ.ജി. സുരേഷ് എന്നിവർ സംസാരിച്ചു. ചിത്രകാരന്മാരായ കെ.യു. കൃഷ്ണകുമാർ, എം. നളിൻ ബാബു, ഗിരീഷ് കുമാർ എന്നിവരുടെ തത്സമയ ചിത്രരചനയും ഉണ്ടായിരുന്നു. നാഗസ്വര വിദ്വാൻ ഗുരുവായൂർ മുരളിയും സംഘവും അവതരിപ്പിച്ച മംഗളവാദ്യത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്.